കണ്ടോ, അങ്ങനെ ഓണം സദ്യയിലെ സ്റ്റാർ ഐറ്റം 101 കൂട്ടം ഇഞ്ചിക്കറി റെഡിയായി. കണ്ടില്ലേ, കളറ് കണ്ടാൽ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ലേ? ഇത് എപ്പോഴും ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വ്യത്യാസമായിട്ടാണ്. ഇത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വേണം, മഞ്ഞൾപ്പൊടി, ഉലുവ, മല്ലിപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, പുളി, കരിയാപ്പില, കുഞ്ഞുള്ളി, ശർക്കര, പിന്നെ കായം. ഇത്രയും സാധനങ്ങൾ വേണം. അപ്പോൾ ഇഞ്ചി ഞാൻ നല്ലതായിട്ട് കഴുകിയിട്ട് തൊലി കളയാതെ എടുത്ത് വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി അതും തീരെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എന്നിട്ടൊരു 3 പച്ചമുളക് അതും അരിഞ്ഞ് വെച്ചു. ഒരു പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം, എന്നാൽ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് വരിക. ഇഞ്ചി വറുത്ത് കോരിയെടുക്കണം. ഇത് നല്ല പോലെ ഞാൻ ബ്രൗൺ കളറാക്കും, മൂപ്പിക്കും. പക്ഷേ കരിഞ്ഞു പോവാതെ നോക്കണം, കരിഞ്ഞു പോകരുത്. അതാ ഇതിന് കളറ് കിട്ടും ഇഞ്ചിക്കറിക്ക് അത്ര നല്ലതായിട്ട്. എന്നിട്ട് കണ്ടില്ലേ കളറ്? ഇതേ സെയിം എണ്ണയ്ക്കകത്ത് തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ചുമന്നുള്ളിയും കൂടെ വറുത്ത് കോരിയെടുക്കണം. അത് നല്ല ഗോൾഡൻ കളറാകും, ഗോൾഡൻ ബ്രൗൺ ആകും. രണ്ടും കൂടെ തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. തരിപ്പായിട്ട് പൊടിച്ചാൽ മതി, പൗഡറായിട്ട് ആക്കുകയേ വേണ്ട. അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ശർക്കരയും പുളിയും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ കിടന്ന് തിളച്ചിട്ടേ അതങ്ങൾക്ക് ഉറുകും. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നെങ്കിൽ 1.5 ഗ്ലാസ് വരെ ആക്കി എടുക്കണം, പറ്റിച്ച്. വേറെ ഒരു പാത്രത്തിലേക്ക് അല്ല ചട്ടിയിലേക്ക് ഇതേ എണ്ണ തന്നെ ഒഴിച്ച് അതിലേക്ക് ഉലുവ പൊട്ടിച്ച്, കടുക് പൊട്ടിച്ചിട്ട്, അരിഞ്ഞു വെച്ച പച്ചമുളകും കരിയാപ്പില ഇട്ടിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ചെറുവിധം മൂപ്പിച്ചെടുക്കും. പച്ചമുളകും കരിയാപ്പിലൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് തിളപ്പിച്ച് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരയും പുളിയും കൂടി ചേർന്ന വെള്ളം അതൊഴിക്കണം. ഇത് അടച്ചു വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് തിളപ്പിക്കണം. അപ്പം വീണ്ടും ഒന്നും കൂടി ഇത് കുറുകും. കണ്ടോ കുറുകിയത്? ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇഞ്ചി മിക്സ്ചർ അതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടെയും ആഡ് ചെയ്യണം. വീണ്ടും ഒരു 3-4 മിനിറ്റ് തിളയ്ക്കും. പിന്നെ അത് വെച്ചിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി കഴിഞ്ഞു. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇഞ്ചി വറക്കുന്ന സമയം മാത്രമേ ഇതിന് എടുക്കത്തുള്ളേ. പെട്ടെന്ന് ഉണ്ടാക്കാം, ടേസ്റ്റിയും കൂടിയാണ്. ഓണം വരാൻ വെയിറ്റ് ഒന്നും വേണ്ട, ഇഞ്ചിക്കറി കഴിക്കാൻ പറ്റും. ഏത് സമയത്തും ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇതിൽ ഇഞ്ചിയുടെ ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലാതെ ഇച്ചിരി ലൈറ്ററാണ്. അപ്പോൾ എല്ലാം ട്രൈ നോക്കിയോ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഹാപ്പി ഓണം.